ഗുഡ് ഈവനിങ്. ഇന്നത്തെ വേദഭാഗം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-ാം വാക്യം. അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ദൈവം ഞാനാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. കർത്താവ് ഇസ്രായേൽ മക്കളെ മിസ്രയീം അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു. സിയോൻ്റെ താഴ്വരയിലേക്ക് മോശ മുഖാന്തരം വരെ കൊണ്ടുവന്നു. അവർക്ക് ന്യായപ്രമാണം നൽകി. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. പഴയ നിയമകാലത്ത് നമുക്കറിയാം, പലവിധമായ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും കന്നുകാലികളെയൊക്കെ ബലി അർപ്പിക്കുന്ന രീതിയുണ്ടായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു തൻ്റെ അന്ത്യമൊഴി പറയുന്നത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലതും നിവൃത്തിയായി. ഈ ലോക ജീവിതത്തിലെ ദൗത്യം കർത്താവ് പൂർത്തീകരിച്ചു. സകല പാപത്തിനെയും അടിമത്തത്തിനെയും മരണത്തെയും സാത്താൻ്റെ കോട്ടകളെയും യേശു ക്രിസ്തു തകർത്തു. തൻ്റെ കുരിശുമരണത്താൽ നമ്മുടെ പാപങ്ങളെയും അവൻ വിടുവിച്ചു. സകല ജാതികളുടെയും പാപങ്ങളെ യേശു ക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരം വിടുവിച്ചു. നമ്മൾ അവിടെ ഇവിടെയും അലഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. ദൈവം അവിടെയുണ്ടോ ഇവിടെയുണ്ടോ, നമുക്ക് വേണ്ടി എല്ലാം ചൊരിഞ്ഞ ഒരു നല്ല ക്രിസ്തു നമുക്കുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കുരിശുമരണത്തോടുകൂടെ പഴയ മൃഗങ്ങളെ ബലി കൊടുക്കുന്ന രീതികളൊക്കെ മാറി. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഞങ്ങൾ കർത്താവിനെ ബഹുമാനിച്ച് സ്നേഹിച്ചുകൊണ്ട് അവിടുന്ന് തന്ന കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ജീവിപ്പാൻ അടിയനെയും ഇത് കേൾക്കുന്നവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.